കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോളം പുഴുങ്ങുന്നത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കില്ലേ, ചോളം സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ വാങ്ങി എല്ലാവരും കഴിക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ നല്ല നീറ്റായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ചോളത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിൽ നാരുകൾ ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ ദഹനത്തിനൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വിളർച്ച തടയുന്നതിനുള്ള വിറ്റാമിനുകളൊക്കെ ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ചോളത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് പറ്റുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്കിതൊക്കെ വാങ്ങി കഴിക്കാം. ആദ്യം നമുക്ക് ഈ ചോളത്തിൻ്റെ മേൽഭാഗത്തുള്ള കവറിങ് എല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള നാരുകളെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. എന്ത് ഭംഗിയാണ് അത് കാണാനും അല്ലേ. പൊളിച്ച് കഴിയുമ്പോൾ അതിലുള്ള സീഡെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ. കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ കടിക്കും ചിലപ്പോഴേ, അതൊക്കെ കളയണം, ശ്രദ്ധിച്ചിട്ട് വേണം. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ടൊരു കടായിലേക്ക് ചോളം മുങ്ങിക്കിടക്കുന്ന വെള്ളം മതി കേട്ടോ, അത് ഒഴിച്ച് അതിലേക്ക് ചോളം വെച്ച് കൊടുത്തു. പാകത്തിന് ഉപ്പും കൂടി ചേർത്തു. അത് വേവാനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് മീഡിയം ഫ്ലെയിമിൽ കിടന്നൊന്ന് നമുക്കൊരു 10, 12, 13 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഇളയതായതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ വേവുന്ന സമയം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കി വെക്കണം. കൂടുതൽ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സിമ്പിളായിട്ടാണ് ഞാനത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് പുറത്തുനിന്ന് കിട്ടുമ്പോഴും ഇത്രയേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ളത് അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരല്പം ഉപ്പും കൂടി ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇനി ചെറുനാരങ്ങയാണ് നമുക്ക് വേണ്ടത്. ചെറുനാരങ്ങ ഒരു പകുതി മതിയാവും, 2 കോണല്ലേ ഉള്ളൂ. അതും കൂടി എടുത്ത് വെച്ചു. ഇനി നമുക്ക് ചോളം അപ്പോഴേക്കും വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തു. മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ടാണ് കേട്ടോ ഇത് വേവുന്നത്. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാവും. ഇത്രയും സമയം തന്നെ മതി. വെള്ളം വരാനായിട്ട് വെക്കാം അതൊന്ന് മാറ്റിയെടുത്ത് വെച്ച് കുറച്ച് ചൂട് തണിയട്ടെ. നല്ല ചൂടിൽ വേണ്ട, നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം ഈ മിക്സ് പുരട്ടിയെടുക്കാനേ. ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടൊന്ന് ഞെക്കിയിട്ട് അതിലെ ജ്യൂസ് ഒന്ന് പുറത്തേക്ക് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുളകും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഒന്ന് മുക്കിയിട്ട് ഇതേപോലെ നമുക്കതിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനേ. കുരുമുളക് പൊടി വേണ്ടവർക്ക് അതും കൂടി ചെയ്യാം. ഇതേപോലെ ഇളം ചൂടിൽ ചെറുനാരങ്ങ നീരും മുളകും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷാണ്, നീറ്റാണ്. എല്ലാവരും അഭിപ്രായം പറയണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.